ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമ്പൽ സമൃദ്ധിയും മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഭക്ഷണം, സംഗീതം, നൃത്തം, സുഖം, ആഡംബരം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ രാജാവിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ശൂന്യതയായിരുന്നു. ഒരു ദിവസം രാജാവ് ഒരു മഹർഷീനെ കാണാൻ പോയി. രാജാവ് മഹർഷിയോട് ചോദിച്ചു, ഗുരു, ഞാൻ എല്ലാം നേടിയവനാണ്, പക്ഷേ എനിക്ക് സന്തോഷമില്ല, മനസ്സിലൊരു ശൂന്യതയാണ്, എന്താണാവോ എനിക്കൊരു കുറവ്? മുനി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, രാജാവേ, നിനക്ക് എന്തെല്ലാം ജയിക്കാൻ സാധിച്ചു? രാജാവ് അഭിമാനത്തോടു കൂടി പറഞ്ഞു, രാജ്യങ്ങൾ ജയിച്ചു, ശത്രുക്കളെ തോൽപ്പിച്ചു, ധാരാളം സമ്പത്ത് നേടി. മുനി മൃദുവായി ചോദിച്ചു, നിന്റെ നാവിനെ, കോപത്തെ, ആഗ്രഹങ്ങളെ, വാചകത്തെ ജയിക്കാൻ സാധിച്ചോ? രാജാവ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ മുനി പറഞ്ഞു, അവയെ ജയിക്കാൻ സാധിച്ചാൽ പിന്നെ മറ്റൊന്നും ജയിക്കേണ്ടതില്ല. ജിതേ സർവേ ജിതേ രസേ. ഇന്ദ്രിയങ്ങളുടെ രസങ്ങളെ ജയിച്ചാൽ സർവവിജയം നമുക്ക് സാധിക്കും. അന്നു മുതൽ രാജാവ് ഒരു ആന്തരിക യോദ്ധാവായി മാറി. അവൻ മൗനം അഭ്യസിച്ചു. ഭക്ഷണത്തിൽ നിയന്ത്രണം, കോപത്തെ തോൽപ്പിക്കൽ, ആഗ്രഹങ്ങളെ നിരീക്ഷിക്കൽ, ഇവയെ രാജാവിന്റെ ദിനാചരണമാക്കി മാറ്റി. കാലക്രമേണ രാജാവിന്റെ മുഖത്ത് ഒരു ആത്മസംതൃപ്തിയുടെ തിളക്കം പ്രത്യക്ഷമായി. ജനങ്ങൾ ചോദിച്ചു, മഹാരാജാവേ, താങ്കൾ വീണ്ടും എന്തു ജയിച്ചിരിക്കുന്നു? രാജാവ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ഞാൻ ലോകത്തെ ജയിച്ചില്ല, ലോകത്തെ ആസ്വദിക്കാനുള്ള പ്രലോഭനത്തെ ജയിച്ചു. യഥാർത്ഥ രാജ്യം പുറത്തല്ല, അകത്താണ്. ഇന്ദ്രിയാനന്ദങ്ങളെ നിയന്ത്രിച്ചവനാണ് യഥാർത്ഥ ചക്രവർത്തി. ദിനം പ്രതി നമ്മൾ ധാരാളം പ്രലോഭനങ്ങൾ നേരിടുന്നുണ്ട്, അല്ലെ? ഉദാഹരണത്തിന്, അധികമായി സംസാരിക്കാനുള്ള മോഹം, ഫോൺ നോക്കിയിരിക്കാനുള്ള ആഗ്രഹം. ഒരു നിമിഷം നിൽക്കുക, ശ്വാസം എടുക്കുക, സ്വയം പറയുക, ജിതേ സർവേ ജിതേ രസേ. ഇതിനെ ജയിച്ചാൽ എല്ലാം ജയിച്ചു.